ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള മിനമൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുമ്പോൾ അതിലൊരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഒരു 2 വലിയ സൈസ് തക്കാളിയും ഒരു 8 പച്ചമുളകും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവോള നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിത് ചോപ്പറിൽ വെച്ച് അരിഞ്ഞതുകൊണ്ട് നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ബട്ടർ, മൊസറല്ല ചീസ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് ചെറുതായിട്ട് മെൽട്ടായി വരുമ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി നടു മുറിച്ചിട്ട് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൽ ബട്ടറിന് പകരം ഒലീവ് ഓയിൽ ചേർത്താലും മതി. എനിക്ക് ആ ഒലീവ് ഓയിലിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ബട്ടർ ചേർത്തിട്ടുള്ളത്. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ ബട്ടർ പെട്ടെന്ന് തന്നെ ബേൺ ആയിട്ട് ഒരു ബ്ലാക്ക് കളറായി മാറും. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ നന്നായി വെന്തുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഇളക്കി മാറ്റാം. ഒരു ദിവസം ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ് ഞാൻ ഈ റെസിപ്പി. ആ വീഡിയോയിൽ ഈ ഡിഷിൻ്റെ പിക്ചർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഭംഗി പോലെ തന്നെയാണോ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ആ വീഡിയോയിൽ ഇത് ശരിക്കും ഒലീവ് ഓയിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ ഒലീവ് ഓയിലിൻ്റെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ബട്ടർ ചേർത്തു എന്ന് മാത്രം. തക്കാളിയുടെ തൊലിയെല്ലാം ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. തക്കാളി നന്നായി വെന്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പം തക്കാളി എല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇതെല്ലാം തക്കാളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ്. ഇനി ഈ തക്കാളി നമുക്ക് ഈ ചട്ടിയുടെ ഒരു സൈഡിലേക്ക് മാറ്റാം. എന്നിട്ട് ചട്ടിയിലേക്ക് 1 ടീസ്പൂണും കൂടെ ബട്ടർ ചേർക്കാം. ബട്ടർ ചേർത്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ചേർത്തു എന്ന് മാത്രം. ഇനി നമുക്കതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ആ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ സവോള ചേർക്കാം. ഇനി ഈ വെളുത്തുള്ളിയുടെ കൂടെ ഈ സവോളയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ സവോളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും ആ തക്കാളി ഉടച്ചത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഈ സവോള ഒന്ന് വഴറ്റിയതിന് ശേഷം അത് ചേർത്താലും മതി. ഇങ്ങനെ ചെയ്യണേക്കാൾ കുറച്ചും കൂടെ ടേസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോഴാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്റ്റെപ്പ് ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു മിസ്റ്റേക്കായിട്ട് തോന്നിയത് ആ തക്കാളിയുടെ നീര് ഈ സവോളയിലേക്ക് ഇറങ്ങിയിട്ട് സവോള ശരിക്കും അങ്ങോട്ട് വഴറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണമായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇപ്പോൾ ഒരുവിധം ആ സവോള ഒന്നും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയും സവോളയും കൂടിയിട്ട് മിക്സ് ആക്കാം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഒറിഗാനോ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. നമ്മളിതിൽ സ്പൈസസ് ആയിട്ട് ഇത്ര മാത്രമേ ചേർക്കണുള്ളൂ. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. ഞാൻ ആ കണ്ട വീഡിയോയിൽ റെഡിമെയ്ഡ് ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം കൊണ്ട് ഞാനിങ്ങനെ തക്കാളി അരച്ച് ചേർത്തു എന്ന് മാത്രം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി കുറച്ച് സമയം കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ വെള്ളം വറ്റിയിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ ഒരേ ലെവലിൽ ഇങ്ങനെ പരത്തി വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട നടു മുറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. മുട്ട എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓരോ ഗ്യാപ്പിലും നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് വെക്കാം. പച്ചമുളകും കൂടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഇടാം. ഇത് എത്രത്തോളം ചീസി ആവണോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ മൊസറല്ല ചീസ് കുറച്ച് അധികം തന്നെ ഇടുന്നുണ്ട്. ചീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചീസ് മെൽറ്റ് ആവണ വരെ തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ ചീസൊക്കെ മെൽട്ടായിട്ട് മിനമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടാം. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല.
ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ്. ചൂടാറിയ അത്ര പോരാന്നാണ് എനിക്ക് തോന്നിയത്. ബ്രെഡിൻ്റെ, റൊട്ടിയുടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു നല്ല കോമ്പിനേഷനാണ്. ഇതൊന്നും ഇല്ലാത്തൊരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയെടുക്കുന്നതിന് പകരം സ്ക്രാമ്പിൾ ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഒതൻറ്റിക് വേ ഓഫ് മേക്കിംഗ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാനിതിങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്നും തോന്നി. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.